ഒരു നല്ല കമൻറ്റ് വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ പേജിൽ, ഞാൻ വായിക്കട്ടെ. എന്താണ്? ഇൻട്രസ്റ്റിംഗ് കമൻറ്റ് വായിക്കട്ടെ. പറഞ്ഞോളൂ. ഓക്കെ. തെറിയൊന്നല്ല, തെറിയുള്ളത് വേറെ ഉണ്ട്, അത് ഞാൻ തെറിയല്ലേ പറയാം. തെറിയാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. നല്ല തെറി സ്വാഭാവികം. അതായത് ഇവൻ്റെയൊക്കെ വർത്തമാനം കേട്ട് ബിസിനസ് തുടങ്ങാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പൂട്ടിപ്പോകത്തുള്ളൂ. ഇവരൊന്നും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്തതായിട്ട് അറിവുണ്ടോ? ആർക്കെങ്കിലും അറിയോ? ഇവൻ്റെയൊക്കെ വർത്തമാനം കേട്ട് ഇറങ്ങുന്നതിനേക്കാളും നല്ലത് വേറെ വല്ല കൂലിപ്പണിക്കും പോകുന്നതാണ്. പിന്നെ തെറിയുണ്ട് പുറകെ, അത് ഞാൻ പറയണില്ല. ഒരു മറുപടി ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മറുപടി ഒന്നും പറയാനില്ല, നമുക്ക് മറുപടി പറയലല്ലോ നല്ലത്, കാണിച്ചു കൊടുക്കലല്ലേ. കാണിച്ചു കൊടുക്കാം. നീ ആ ക്യാമറ ഒന്ന് അങ്ങോട്ട് തിരിച്ചേ, ആ ക്യാമറ ബോർഡൊക്കെ ഒന്ന് കാണിച്ചേ. ഓക്കെ. ഈ നമ്മളിപ്പോൾ കണ്ട ഈ ഫാക്ടറി ഉണ്ടല്ലോ, ഇത് എൻ്റെ ഒരു ബിസിനസ്സാണ്. സാൻമി ഡെക്കോർ ആൻഡ് ഇൻറ്റീരിയേഴ്സ് എന്ന് പറയുന്ന ആ കമ്പനിയുടെ ഫാക്ടറിയാണത്, ഒരു ഫാക്ടറിയാണത്. ഇത് ഏകദേശം ഒരു 5000-ഓളം സ്ക്വയർ ഫീറ്റ് ഉണ്ട്. 10-25 പണിക്കാർ ഇവിടെ ഉണ്ട്. ഇവിടുന്ന് അത്യാവശ്യം ഫർണിച്ചർ, ഇൻറ്റീരിയർ പ്രൊഡക്റ്റുകൾ നമ്മൾ മാനുഫാക്ചറിങ് കൊണ്ടുവന്നു. ഈ കമ്പനിക്ക് നിലവിൽ 2 ഫാക്ടറിയാണുള്ളത്. ഒന്ന് ഇവിടെ മലപ്പുറം ജില്ലയിൽ കാക്കഞ്ചേരി പള്ളിക്കൽ ബസാറിലാണ് ഈ ഫാക്ടറി ഉള്ളത്. രണ്ടാമത്തതൊന്ന് പാലക്കാട് ജില്ലയിലെ കൊപ്പത്താണ്. അത് ഇതിനേക്കാളൊരു 4 ഇരട്ടി വലുപ്പമുണ്ട്. ഒരു 7000-8000 സ്ക്വയർ ഫീറ്റിലാണ് ആ ഫാക്ടറി ഉള്ളത്. മൂന്നാമത്തൊരു ഫാക്ടറി നമ്മുടേത് പണി നടക്കുകയാണ്, വരാൻ പോവുകയാണ്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫുള്ളി ഓട്ടോമേറ്റഡ് മെഷീൻസൊക്കെ വരുന്ന ഒരു ഫാക്ടറിയുടെ പണി നടക്കുകയാണ്, സാൻമി ഡെക്കോറിൻ്റെ. അത് വരുന്നത് തിരൂരാണ്. തിരൂർ കൽപ്പകഞ്ചേരി റൂട്ടിലാണ് അത് വരുന്നത്. ഇതാണ് എൻ്റെ ഒരു ബിസിനസ്. പിന്നെ എനിക്ക് ബിസിനസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബെഞ്ചാലി ബിസിനസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് കീഴിൽ കുറച്ച് ബിസിനസ്സുകളുണ്ട്. അതിലൊന്നുള്ളത് ബെഞ്ചാലി അക്കാഡമിയാണ്. അക്കാഡമി നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് ഈ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാമുകളാണ്. അത് ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള കോച്ചിങ് പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ വലിയ കമ്പനികളായിട്ടുള്ള ലുലു, SBI ലൈഫ്, പോപ്പുലർ, ഹ്യുണ്ടായി, ഇങ്ങനെയുള്ള വലിയ വലിയ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഇപ്പോൾ EVM സ്കോഡ, ഇങ്ങനെയുള്ള കുറേ കമ്പനികളുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെയുള്ള ലീഡേഴ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എംപവർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ലോങ് ടേം, ഷോർട്ട് ടേം കോച്ചിങ് പ്രോഗ്രാമുകൾ ഡിസൈൻ ചെയ്ത് ചെയ്യുന്ന ഒരു കോച്ചിങ് അക്കാഡമിയാണ്. അവിടെ നമുക്കൊരു 10ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അതല്ലാതെ തന്നെ നമുക്ക് മറ്റൊരു സ്ഥാപനമുണ്ട്, സ്ട്രാറ്റജിക് കൺസൾട്ടിംഗ് ഫേം. അത് GCC മുഴുവൻ രാജ്യങ്ങളിലും നമുക്ക് ക്ലയൻസ് ഉണ്ട്. നമ്മളത് ആക്റ്റീവായിട്ട് തന്നെ അവിടെ പ്രസൻസോട് വർക്ക് ചെയ്യുന്നുണ്ട്. അതിന് ഹെഡ് ഓഫീസും വരുന്നത് കാലിക്കറ്റ് കിൻഫ്രയിലാണ്. കാലിക്കറ്റ് കിൻഫ്ര ടെക്നോ പാർക്കിലാണ് നമ്മുടെ ഓഫീസ് വരുന്നത്. ബനാക്ക് ബിസിനസ് സൊല്യൂഷൻ. അവിടെ നമുക്കൊരു 20ഓളം കൺസൾട്ടൻറ്റുമാർ ആ ബിസിനസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അടുത്തൊരു സാധനമാണ് ബെനഫെക്സൽ എന്ന് പറയുന്നിട്ടുള്ള ഒരു IT ഫേമാണ്. ഇതൊരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ട് സോഫ്റ്റ്വെയർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അവിടെയും ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 3 സ്ഥാപനം ബെഞ്ചാലി ബിസിനസ് ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന 3 വ്യത്യസ്ത കമ്പനികളാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഖത്തറിൽ എനിക്ക് ക്യാൻബിസ് ബിസിനസ് കൺസൾട്ടിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് കൺസൾട്ടിങ് ഫേം ഉണ്ട്. അതിൻ്റെയും CEO ഞാൻ തന്നെയാണ്. പിന്നെ ദുബായിൽ UAE നമുക്ക് ട്രാൻസ്ബിസ് എന്ന പേരിൽ ഒരു ലീഗൽ ആൻഡ് ഫോർമേഷൻ കൺസൾട്ടിങ് ഫേം നമുക്ക് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെയും നമുക്ക് കുറേ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. അത് ദുബായിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. സോ ഇത്രയാണ്. പിന്നെ അതോടൊപ്പം തന്നെ എനിക്കൊരു ട്രാവൽ ബ്രാൻഡ് ഉണ്ട്, ട്രാവൽ ആൻഡ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. അതിൻ്റെ ഓഫീസ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കാലിക്കറ്റിലും ഉണ്ട്, പിന്നൊന്ന് UAE ഉണ്ട്, ദുബായിലും ട്രാവൽ ആൻഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്നത് ടൂർ പാക്കേജുകൾ, വിസ സർവീസുകളും, അതോടൊപ്പം തന്നെ ആവശ്യമായിട്ടുള്ള പിൽഗ്രിമേജുകൾ, ഇപ്പോൾ ഹജ്ജ്, ഉംറ, അതുപോലെ തന്നെ ഹോളി ലാൻഡ് ടൂറുകൾ ഒക്കെ അടങ്ങുന്ന വിവിധ തരത്തിലുള്ള പ്രോഗ്രാമുകളാണ്. അതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത് കാലിക്കറ്റ് നടക്കാവിലാണ്, ഖത്തർ പ്ലാസയിലാണ് അതിൻ്റെ ഹെഡ് ഓഫീസ് വരുന്നത്. അതിൻ്റെയും CEO ഞാൻ തന്നെയാണ്. ഇത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുള്ളൂ ഈ ഒരു സമയത്ത്. ഇനിയും കുറച്ച് ബ്രാൻഡുകളൊക്കെ നമ്മൾ പ്ലാനിങ്ങിലുണ്ട്. സോ കമ്മിങ് സൂൺ നമ്മൾ നിലവിലുള്ള എല്ലാ ബ്രാൻഡുകളെയും ഇപ്പോൾ ഉള്ളതിൻ്റെ 10 ഇരട്ടി സ്കെയിലിലേക്ക് കൊണ്ടുപോകും. എല്ലാ സ്ഥാപനത്തും കൂടെ എൻ്റെ കീഴിൽ, എൻ്റെ സ്ഥാപനങ്ങളിൽ 100-ലേറെ പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതേ എന്നെക്കൊണ്ട് ഇപ്പോൾ സാധിച്ചിട്ടുള്ളൂ. അടുത്തൊരു 4-5 വർഷം കൊണ്ട് 1000 ആളുകൾക്കെങ്കിലും തൊഴിൽ കൊടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പോരെ?